സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം, ശ്രദ്ധിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ തമ്മിൽ ഐക്യമത്യം ഉള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്തു ചെയ്യാനാണ്? അനുഗ്രഹിപ്പീൻ. എന്താണ്? നിങ്ങളെ ദുഃഖിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എന്തു ചെയ്യണം? അവരെ തല്ലുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്നാണ് അവരോട് പറയേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? അവരെ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കുവാൻ പാടില്ല. അവരെ നിങ്ങൾ അനുഗ്രഹിക്കുക, ശപിക്കുവാൻ പാടില്ല. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ന്യായം പ്രവർത്തിക്കും. നീ നിന്നോട് അനീതി കാണിക്കുന്നവരോട് അനീതി കാണിച്ചാൽ നിനക്ക് ദൈവത്തിന്റെ പക്ഷത്തുനിന്ന് ഒരു തരത്തിലുള്ള മറുപടിയും വരില്ല. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, അല്ലാതെ അവരെ ശപിക്കരുത്. അതുപോലെ സന്തോഷിക്കുന്നവരോടുകൂടെ നിങ്ങളും സന്തോഷിക്കുക. സത്യം പറയൂ, ആരെങ്കിലും നല്ലൊരു സാരി ഉടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കത് കണ്ട് സന്തോഷിക്കുവാൻ കഴിയുമോ? എങ്ങനെയുണ്ട് സിസ്റ്ററേ എന്ന് നിങ്ങളടുത്ത് വന്ന് അവൾ ചോദിക്കാനിടയാകും. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കരഞ്ഞുകൊണ്ടായിരിക്കും നീ അവളോട് പറയുന്നത്. കൊള്ളാം. മനസ്സിൽ വളരെ വിഷമത്തോടെ പുറമേ പറയും കൊള്ളാമെന്നൊക്കെ. എന്നാൽ ഉള്ളിൽ ചിന്തിക്കും, ഞാൻ ഉടുക്കുന്ന അത്രയും കൊള്ളത്തില്ല എന്ന് വിചാരിക്കും. മനുഷ്യരായിരിക്കും നമുക്ക് വളരെ അസൂയാണ് പലരെയും കാണുമ്പോൾ. ദൈവവചനം പറയുന്നു, ദൈവത്തിൻ്റെ മകനാണ് എങ്കിൽ നിന്നേക്കാൾ ഒരാൾ നന്നായി ജീവിക്കുമ്പോൾ, നല്ലൊരു വീട് വെച്ചാൽ, നല്ലൊരു വസ്ത്രം ധരിച്ചാൽ, നിന്നേക്കാൾ നല്ലൊരു വാഹനം വാങ്ങിച്ചാൽ, നല്ല ഒരു സ്ഥിതി അവർക്ക് ഉണ്ടായാൽ, ഇക്കാലത്ത് അനേകം ആളുകൾക്ക് തങ്ങളുടെ ഭവനത്തിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് കോപം വരുന്നതെന്ന് അറിയാമോ? ഭർത്താവിനോട് ചോദിക്കും, കറി എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഭർത്താവ്, വലിയ കുഴപ്പമില്ല, എന്നാൽ അമ്മ ഉണ്ടാക്കുന്ന അത്രയും വരില്ല, അത് മതി. പിന്നെ അന്നു മുതൽ പിന്നെ കറിക്ക് ഉപ്പും കാണത്തില്ല, മുളകും കാണത്തില്ല, പിന്നെ എല്ലാം തോന്നിയതുപോലെ ആയിരിക്കും. എങ്കിൽ പിന്നെ ഇന്നു മുതൽ അമ്മ വെച്ച് വിളമ്പി തരുമല്ലോ, അത് കഴിച്ചങ്ങ് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കും. ജനിച്ച സമയം മുതൽ അമ്മയുടെ കൈകൊണ്ട് വെച്ച് വിളമ്പി കഴിച്ചതല്ലേ, അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ചില രുചികൾ നമുക്ക് ശീലമായി മാറാറുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, അത് പതിവായി കഴിക്കുന്നുണ്ട്, അമ്മയുടെ കൈകൊണ്ട് കഴിക്കുന്നുണ്ട്, നിനക്ക് രുചിയായിട്ട് തോന്നുകയാണ്. ഭർത്താവിന് അത് ശീലമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. എന്നാൽ നീ അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൂടെ? അമ്മായിയമ്മയെ വിളിച്ചിട്ട്, നിങ്ങളുടെ മകന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന കറി ഇഷ്ടപ്പെടുന്നില്ല, എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അതല്ലാതെ നിങ്ങളുടെ അമ്മ കഴിക്കുന്ന കഴിച്ചോ, ഞാൻ വെക്കുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുടുംബത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? അനാവശ്യമായി വഴക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യൂ. എന്തിനാണ് അമ്മയെ വഴക്ക് പറയുന്നത്? എന്തിനാണ് അച്ഛനെ വഴക്ക് പറയുന്നത്? അവിടെ സഹോദരനെയും സഹോദരിമാരെയും എന്തിനാണ് വഴക്ക് പറയുന്നത്? ഓരോ ചെറിയ കാര്യത്തിനും ഇങ്ങനെ കോപപ്പെടുകയാണെങ്കിൽ എന്തിനാണ് പരസ്പരം നിങ്ങൾ പഴിചാരി സംസാരിക്കുന്നത്? ഭർത്താവിനൊരു കാര്യം ഇഷ്ടമല്ല എങ്കിൽ നീയും അങ്ങനെ തന്നെ ശീലിക്കുക. നിന്റെ ഭാര്യയ്ക്ക് എന്താണോ സന്തോഷം, നീയും അത് തന്നെ സന്തോഷിക്കുക. അവൾക്കൊരു കറി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ആ കറി സന്തോഷത്തോടെ വെച്ച് കഴിക്കുക. ഭർത്താവിന് ചിക്കൻ കറി ഇഷ്ടമാണെങ്കിൽ ഒരു ദിവസം അത് വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക. അതല്ലാതെ നീ ചിക്കൻ കഴിച്ചോ, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു പോയാൽ എങ്ങനെയാണ്? ആദ്യം വീട്ടിൽ സന്തോഷമുള്ളവരാണെങ്കിൽ വെളിയിലും നമുക്ക് സന്തോഷകരമായിരിക്കുവാൻ കഴിയും. വെളിയിലെ കാര്യം വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല, വീട്ടിലെ കാര്യം വെളിയിലും കൊണ്ടുപോകാൻ പാടില്ല. വീട്ടിലും വെളിയിലത്തെ വെളിയിലും തന്നെ നിങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കൂ. വീട്ടിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ വെളിയിലും നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കാൻ കഴിയൂ. നിങ്ങളുടെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ സമാധാനത്തോടെ അയക്കുക. നീ സമാധാനത്തോടെ അയക്കുന്നില്ലെങ്കിൽ അയാൾ നേരെ എങ്ങോട്ട് പോകും? നേരെ അയാൾ ജോലി സ്ഥലത്തേക്ക് പോകത്തില്ല. എവിടേക്ക് പോകുമെന്നറിയാമോ? ചാരായ ഷാപ്പിലേക്ക്, ബ്രാൻഡ് ഷാപ്പിലേക്ക് പോകാനിടയാകും. എന്താണ്? അയാൾക്കൊരു സമാധാനവും സന്തോഷവും ഇല്ല എന്ന് അയാൾ പറയും. അനേകം ആളുകൾ മദ്യപിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിങ്ങൾക്കൊരു ഭാഗമില്ലെന്നാണോ പറയുന്നത്? ഞാനെന്താ കുടിക്കാൻ പറഞ്ഞുവോ എന്ന് നീ ചോദിക്കും. നീ പറയുകയില്ല, നീ കുടിക്കാൻ പറയുകയല്ലേ, എന്നാൽ കുടിക്കേണ്ട രീതിയിൽ നീ ആക്കും. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യ നല്ല ചൂടോടെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി വെച്ച് ചായയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ഭർത്താവ് ചായക്കടയിൽ പോകാൻ ഇടയാകുമോ?
റോഡിൽ കൂടി അയാൾ കറങ്ങി നടക്കുമോ? കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുമോ? ചാരായ ഷോപ്പിൽ അയാൾ പോകുമോ? കല്യാണം കഴിച്ച ഭാര്യയേക്കാൾ മക്കളെക്കാൾ സുഹൃത്തുക്കൾ കൂടുതൽ അടുപ്പമുള്ളവരായി അവന് തോന്നുന്നുണ്ടോ? നീ അത് മാറ്റിയെടുക്കണം. നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കണം. ഭർത്താവിന് എന്താണ് സന്തോഷം, നീ അത് ചെയ്തു കൊടുക്കണം. ഭാര്യയ്ക്ക് എന്താണ് സന്തോഷം, നീ അത് ചെയ്തു കൊടുക്കണം. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കണം. കരയുന്നവരോട് കൂടെ കരയുക. ഭാര്യയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞല്ലോ, വീട്ടിൽ പറഞ്ഞയക്കാൻ പാടില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, പ്രാർത്ഥിപ്പിക്കുവാൻ കൊണ്ടുപോകണം, പ്രാർത്ഥിക്കണം. ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് വീട്ടിൽ ആയിരിക്കണം, ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയാണ് വേണ്ടത്. എൻ്റെ ഭർത്താവ് എന്നെ നോക്കുകയേ ഇല്ല, കഴിച്ചൊന്നു പോലും ചോദിക്കുകയില്ല. നിന്റെ ഭാര്യ നിന്റെ സ്വന്തം ശരീരം പോലെയാണ്. നീ ആഹാരം കഴിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും ആഹാരം കഴിക്കണം. നീ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിന്റെ ഭാര്യയും ഉറങ്ങാൻ പോകണം. എൻ്റെ കാല് ഞെക്കി തന്നിട്ട് പോയി അടുക്കള പണിയെല്ലാം ചെയ്താൽ മതി. എന്താണ്? ഇവൻ ഉറങ്ങുന്നത് വരെ ഇവൻ്റെ കാല് ഞെക്കിക്കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുക്കള പണിയെല്ലാം ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി രാവിലത്തെയുള്ള ഭക്ഷണമെല്ലാം കാര്യങ്ങൾ റെഡിയാക്കി വെക്കണമെന്ന്. വീടെല്ലാം അടിച്ചുവാരി പാത്രങ്ങളെല്ലാം കഴുകി എന്നിട്ട് രാവിലെ ഇവൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേൽക്കണമെന്ന്. എഴുന്നേറ്റ് രാവിലെ കാപ്പിയൊക്കെ ആയിട്ട് നിൽക്കണം. ന്യായമാണോ അന്യായമാണോ? പറയൂ, ന്യായമാണോ അന്യായമാണോ? അന്യായങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമാധാനമില്ലാത്തത്, സന്തോഷം ഇല്ലാത്തത്. നേരത്തെ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇണക്കുരുവികളെ പോലെയായിരുന്നു. എന്നാൽ ഇപ്പോഴെങ്ങനെയാണ്? കീരിയെയും പാമ്പിനെയും പോലാണ് ഈ കാലത്ത് ഭാര്യയും ഭർത്താവും. രണ്ടുപേരും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക. മറ്റുള്ളവരോട് നിങ്ങൾ പറയുവാൻ പാടില്ല. ദൈവത്തോട് പറയുവാൻ പഠിക്കുക. പരസ്പരമുള്ള സുഖ ദുഃഖങ്ങൾ നിങ്ങൾ തന്നെ വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. ഞാൻ ബൈബിൾ വായിക്കാൻ പോവുകയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ചോറ് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ എന്ന് പറയുകയാണെങ്കിൽ നിന്റെ ഭർത്താവിന് മാനസാന്തരം ഉണ്ടാകുമെന്നാണോ? ഉണ്ടാവുകയില്ല. നിന്റെ ഭർത്താവിന് ആദ്യം ആഹാരം കൊടുത്തിട്ട് നീ പിന്നീട് പോയി ബൈബിൾ വായിക്കൂ. നിന്റെ വീട്ടിലെ പണിയെല്ലാം ചെയ്തിട്ട് നീ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലാതെ ഭർത്താവിനും മക്കൾക്കും ഒരു ആഹാരവും കൊടുക്കാതെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എന്റെ ദൈവം വലിയ ദൈവമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് ശരിയാവുന്നത്? ദൈവം ചോദിക്കും, ഭർത്താവിന് ചോറ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞോ? അതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത്? ആദ്യം നാം സ്നേഹത്തോടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റേണ്ടതാണ്. നമ്മുടെ പണികൾ നാം ചെയ്യണം. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നാം നോക്കണം. രണ്ടുപേരും പരസ്പരം ഐക്യമത്യം ഉള്ളവർ ആയിരിക്കണം. 17-ാം വാക്യം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ. ആരെങ്കിലും നിനക്ക് തിന്മ ചെയ്താൽ ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്. അടിക്ക് അടി, വഞ്ചനയ്ക്ക് വഞ്ചന, ദ്രോഹത്തിന് ദ്രോഹം പരിഹാരമാണെന്നാണ് വിചാരിക്കുന്നത്. അതല്ല. നിങ്ങൾക്കാരെങ്കിലും തിന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുക. എന്താണ്? ഒരു ഭാര്യയും തൻ്റെ ഭർത്താവിന് തിന്മ ചെയ്യുവാൻ പാടില്ല. ഒരു ഭർത്താവും തൻ്റെ ഭാര്യയ്ക്ക് തിന്മ ചെയ്യുവാൻ പാടില്ല. ബൈബിളിലെ ഭക്തി എന്ന് പറയുന്നത് അതാണ്. ബൈബിളിലെ ഭക്തി എന്ന് പറയുന്നത് വിദേശത്തുള്ള ഏതോ വിശ്വാസമാണെന്നാണ് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ചതായ പ്രസംഗങ്ങൾ എല്ലാം തന്നെ അവൻ്റെ ജീവിത രീതിയാണ്. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ സമാധാനത്തോടെ ആയിരിക്കണം, എങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കണം, സമൂഹത്തിൽ എങ്ങനെ നാം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കേണ്ടതുണ്ട്, എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യതയുള്ളവരായിരിക്കണം, പരസ്പരം സമാധാനമുള്ളവരായിരിക്കണം, സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കണം എന്നത് കർത്താവ് പറഞ്ഞ പ്രസംഗത്തിന്റെ എല്ലാം സാരാംശമാണ്. മനുഷ്യനെ വിഭജിക്കുന്നത് എന്താണെന്നറിയാമോ? പാപം. പാപം മനുഷ്യന്റെ മനസ്സുകളെ വേർതിരിക്കാനിടയാകുന്നു. ദൈവം ആദാമിനെയാണ് ആദ്യം സൃഷ്ടിച്ചത്, അതോ ഹവ്വയെയാണോ? നിങ്ങൾക്ക് ബൈബിൾ നല്ലോണം അറിയാമോ? എന്താണ് സംഭവിച്ചത്? നിലത്തുനിന്ന് പൊടിയെടുത്തിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. സൃഷ്ടികളെയാണോ ആദ്യം ഉണ്ടാക്കിയത്? മനുഷ്യനെയാണോ ആദ്യം ഉണ്ടാക്കിയത്? ആദാമിനു വേണ്ടി എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചിട്ട് നല്ലവണ്ണം എല്ലാ കാര്യങ്ങളും ആദ്യമേ ഒരുക്കിയിട്ട് പിന്നീട് ആദാമിനെ സൃഷ്ടിച്ചിട്ട് ഇതെല്ലാം നിനക്കുള്ളതാണ്, നീ സന്തോഷിക്കുക, നീ അതിന്മേൽ വാഴുക, നീ സിംഹത്തിനെ വിളിച്ചാൽ സിംഹം വരും, പുലിയെ വിളിച്ചാൽ നിന്നെ അനുസരിക്കും. അത് എല്ലാത്തിനും പേരിട്ടത് ആരാണ്? ആദാമാണ് പേരുകൾ ഇട്ടത്. എന്നാൽ ദൈവം നോക്കിയപ്പോൾ ജന്തുക്കളോടൊപ്പം ആയിരിക്കുമ്പോൾ, മൃഗങ്ങളോടെ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത്, ചെടികളുടെ ഒപ്പം ആയിരിക്കുമ്പോഴുമെല്ലാം എത്രമാത്രം സന്തോഷിച്ചാലും എത്ര രസകരമായി അവൻ ജീവിച്ചുവെങ്കിലും അവൻ ഏകനായിരിക്കുന്നത് ദൈവം ശ്രദ്ധിച്ചു. ഒരു പുലിയാകട്ടെ, ഒരു സിംഹമാകട്ടെ, ഒരു പട്ടിയാകട്ടെ, ഒരു പൂച്ചയാകട്ടെ അവന് തക്കതായ തുണയായി മാറുന്നതേ ഇല്ല.
അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത്? ആദാമിനൊരു ഗാഢനിദ്ര കൊടുത്തിട്ട് അവന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒരു എല്ല് എടുത്തിട്ട്, എന്താണ്, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അനസ്തേഷ്യ കൊടുക്കാറുണ്ട്, ബോധം കെടുത്താറുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? ദൈവം ആദിയിൽ തന്നെ അതെല്ലാം കണ്ടുപിടിച്ച കാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അസ്ഥി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് വീണ്ടും വളരില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ഈ വശത്തുള്ള വാരിയെല്ലിൽ നിന്ന് ഒരു അസ്ഥി കട്ട് ചെയ്താൽ അത് വീണ്ടും വളരുമെന്നാണ്. അതുകൊണ്ട് ഇവിടെ നോക്കൂ, ദൈവം എന്താണ് ചെയ്തത്? വാരിയെല്ലിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഹൗവായെ ഉണ്ടാക്കി. മണ്ണുകൊണ്ട് ആദാമിനെ സൃഷ്ടിച്ചതായ ദൈവം കുറച്ച് മണ്ണെടുത്തിട്ട് എന്തുകൊണ്ടാണ് ഹൗവായെ സൃഷ്ടിക്കാഞ്ഞത്? ചെയ്യാൻ കഴിയുമല്ലോ, പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെ ചെയ്താൽ പിന്നെ ഇവർക്ക് തമ്മിൽ ബന്ധമുണ്ടായിരിക്കുകയില്ല. ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം, ഐക്യതയുണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ വേറൊരു രൂപമായത് മാറും. അത് മറ്റൊരു പുതിയ സൃഷ്ടിയായി പോകുവാൻ ഇടയാകും. അതുകൊണ്ട് ആദാമിന്റെ തക്കതായ തുണയായി ഇരിക്കേണ്ടതിന് വേണ്ടി അവന്റെ അസ്ഥിയിൽ നിന്ന് ഒരു അസ്ഥി എടുക്കുവാൻ ഇടയായി. ഒരു ദേവദാസൻ ഇപ്രകാരം പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് വാരിയെല്ലിൽ നിന്ന് അസ്ഥി എടുത്തത്? കാലിന്റെ ഒരു അസ്ഥിയിൽ നിന്ന് എടുക്കാൻ പാടില്ലായിരുന്നുവോ? കാലിൽ നിന്ന് ഒരു അസ്ഥി എടുത്ത് സൃഷ്ടിച്ചിരിക്കുകയായിരുന്നെങ്കിൽ എല്ലാ ആണുങ്ങളും ഇപ്പോൾ എന്തു പറയുമെന്നറിയാമോ? എവിടെ നിന്നാണ് വന്നത് നീ? എന്താണ് കൂടുതൽ സംസാരിക്കുന്നത്? കാലിൽ നിന്നാണ് നീ വന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് കാൽ കീഴിൽ ഇരുന്നോണം. ഭർത്താവിനെ കുടുംബത്തിന്റെ നാഥനായി ബഹുമാനിക്കുക, സ്നേഹിക്കുക. അല്ലാതെ ആരാധിക്കേണ്ടതായ ആവശ്യം, ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. മുതിർന്നവരെ ബഹുമാനിക്കുക, പ്രായമുള്ളവരെ ബഹുമാനിക്കുക, ദൈവദാസന്മാരെ ബഹുമാനിക്കുക, നിന്റെ യജമാനനെ നീ ബഹുമാനിക്കുക, ഭർത്താവിനെ ബഹുമാനിക്കുക. എന്നാൽ ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യൻ അല്ല. ഒരുപക്ഷെ ദൈവം തലയിൽ നിന്ന് അസ്ഥിയെടുത്താണ് സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങൾ എന്തു പറയുമായിരുന്നെന്നറിയാമോ? എന്താണ് വിചാരിക്കുന്നത്? ഞാൻ എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? നിന്റെ തലയിൽ നിന്നാണ് ഞാൻ വന്നത്, ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിച്ചോണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഭരിക്കുമായിരുന്നു. എന്താണ്? സ്ത്രീ അടിമയായി ഇരിക്കുവാനാകട്ടെ, ഭരണം നടത്തുവാനാകട്ടെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. വാരിയെല്ലിൽ നിന്ന് എടുത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹൃദയത്തിനോട് ചേർന്നിരിക്കണം, പരസ്പരം സ്നേഹവും ഐക്യതയും ഉണ്ടായിരിക്കണം, ബഹുമാനം കൊടുക്കണം, രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കണം. ഒരാളെ എപ്പോഴും താങ്ങേണ്ടതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യം കൊടുക്കേണ്ടതാണ്. അതാണ് വിവാഹ ബന്ധം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത്, ആ സമയത്ത് ആരോടെ വരുവാനിടയായി? എവിടെ നിന്നോ ആ പിശാച് ഇവിടേക്ക് വരുവാനിടയായി. എങ്ങനെയാണ് പിശാച് അവരിലേക്ക് കയറുവാനിടയായത്? ഒരു പരസ്ത്രീ മുഖേനയോ അല്ലെങ്കിൽ ഒരു പരപുരുഷൻ മുഖേനയോ, അനാവശ്യമായ അഹങ്കാരം മൂലമോ, ഗർവം മൂലമോ, അനുസരണക്കേട് മൂലമോ, കലഹം മൂലമോ ഈ കാലത്തെ കുടുംബങ്ങൾ വേർപെട്ടു പോകുന്നു. അവിടെ സാത്താൻ വരുവാനിടയായി. സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് ചോദിക്കുകയാണ്, ഇത് വാസ്തവമാണോ? സത്യമായിട്ടും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹൗവ എന്താണ് പറഞ്ഞത്? ഒരു നിമിഷം ഇവിടെ നിൽക്കണേ, ഞാൻ ഭർത്താവിനോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പിശാച് അങ്ങനെ തന്നെ തിരിച്ചു പോയേനെ. എല്ലാം നോക്കുന്ന രീതിയിൽ തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തൊടാൻ പോലും പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അത്രമാത്രം എക്സ്ട്രാ കയറ്റി പറഞ്ഞു. ഒരു സഹോദരി പറയുകയാണ്, നിന്റെ ഭർത്താവിന്റെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയുകയില്ല. എത്ര നാളായിട്ടാണ് കുടുംബജീവിതം നയിക്കുന്നത്? ഇപ്പോൾ 5 മക്കളുണ്ട്. അയാൾ യഥാർത്ഥത്തിൽ ഏത് ജോലിയാണ് ചെയ്യുന്നത്? അയ്യോ, എനിക്കറിയില്ല കേട്ടോ. അതെന്താണ്? എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഭാര്യയോട് പറയത്തില്ലേ? ശമ്പളം എത്രയാണെന്ന് ഭാര്യയോട് പറയത്തില്ലേ? എവിടെ പോയിട്ട് വരുവാണെന്ന് ഭാര്യയോട് പറയത്തില്ലേ? ഇത് കുടുംബമെന്നാണോ പറയുന്നത്? ഇങ്ങനെയുള്ള കുടുംബത്തിലാണ് പിശാച് കയറുവാനിടയാകുന്നത്. ഒരാളെ വഞ്ചിക്കാൻ കഴിയുമെന്നാൽ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ വഞ്ചിക്കാൻ കഴിയുകയില്ല. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് നിന്നാൽ പിശാചിന് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഭാര്യ ഭർത്താക്കന്മാർ ഐക്യതയോടെ നിന്നാൽ നിങ്ങളെ ആരും വഞ്ചിക്കാൻ കഴിയില്ല, നിങ്ങളോട് ആരും അന്യായം ചെയ്യുവാനും കഴിയുകയില്ല. ഹൗവ വഞ്ചിക്കപ്പെട്ടു. തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നുവാനിടയായി. ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനും കൂടെ കൊടുക്കുവാനിടയായി. രണ്ടുപേരും അത് കഴിച്ചു. കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ നഗ്നരാണെന്ന് മനസ്സിലായി. അപ്പോൾ വരെ അവർ ശിശുക്കളെ പോലെ ആയിരുന്നു. അവർക്ക് നല്ലതും ചീത്തയും അറിയില്ലായിരുന്നു. അവർ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴാണ് അവർ പാപത്തിൽ വീണത്? അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം അവരെ കാണാൻ വരുമായിരുന്നു. ആ സമയത്ത് ആദമും ഹവ്വയും ഓടിച്ചെന്നിട്ട് ദൈവത്തിന്റെ അടുക്കലിരുന്ന് സംസാരിക്കുമായിരുന്നു. എന്നാൽ ആ ദിവസം വന്നില്ല. ദൈവം അവരെ കാണാതെ ചോദിക്കുകയാണ്, ആദാമേ, ആദാമേ, നീ എവിടെയാണ്? ആദാമേ, നീ എവിടെയാണ്? മറുപടിയില്ല.
എവിടെയായിരിക്കുന്നു? നിന്നെ ഭയപ്പെട്ടിട്ട് മരത്തിന്റെ പിന്നിൽ ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത്? പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ഭയമുണ്ടാകും. തെറ്റ് ചെയ്തവരാണ് ഭയപ്പെടേണ്ടത്, തെറ്റ് ചെയ്യാത്തവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ഒരു 10 രൂപ വെച്ചിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. ആരാണ് എടുത്തത്? സത്യം പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞാനാണോ എടുത്തത്, ഞാൻ എങ്ങനെയാണ് എടുത്തത് എന്നൊരു പയ്യൻ ഇവിടെ ചോദിക്കാനിടയായി. അതിന്റെ അർത്ഥം എന്താണ്? അവൻ എടുത്തു എന്നാണ് അർത്ഥം. അവൻ എന്തിനാണ് വെപ്രാളപ്പെട്ട് പറയേണ്ട കാര്യം? അവന് ഭയമുള്ളത് കൊണ്ട്. ദൈവം വന്നവരോട് ചോദിച്ച സമയത്ത് അവർ ഭയപ്പെടുവാനിടയായി. ഇവിടെ എത്ര പേർക്ക് ഭയമുണ്ട്? കൈ ഉയർത്താമോ? അത്ര ധൈര്യവാന്മാരാണോ? എല്ലാ മനുഷ്യർക്കും ഭയമുണ്ട്. മരിച്ചു പോകുമോ എന്നുള്ളതായ ഭയമുണ്ട്. എല്ലാറ്റിനേക്കാളും ഏറ്റവും വലിയ ഭയം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചു പോകുമെന്ന് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ അവർ ഭയപ്പെട്ട് വിറയ്ക്കുന്നത് കാണാം. അതുപോലെ നിങ്ങൾക്കറിയാമോ, ഈ കാലത്ത് വരുന്ന എല്ലാ രോഗത്തിന്റെയും കാരണം എന്താണെന്നറിയാമോ? ഭയം. നമ്മുടെ പ്രായമുള്ളവർക്ക്, വൃദ്ധർക്കെല്ലാം BP ഒക്കെ ഉള്ളതാണ്. എന്നാൽ അത് അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ നല്ലതായി ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് BP വന്നിട്ട് മരിക്കുന്നത്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭയപ്പെട്ടിട്ട് ഡോക്ടറിന്റെ അടുക്കിലേക്ക് ചെന്നാൽ കയ്യിലേക്ക് അതെടുത്ത് ഇങ്ങനെ ചുറ്റാനിടയാകും. പിഷ് 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 എന്നടിക്കും. പിഷ് പിഷ് അങ്ങനെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് 200-ലേക്ക് കയറിപ്പോവും. നിങ്ങൾക്ക് ഹൈ BP ആണെന്ന് പറയാനിടയും. അത്രയേ ഉള്ളൂ, അതോടെ തീർന്ന്. വളരെ ഇഷ്ടമായ ലഡു 1 കിലോ ഇരുന്ന് കഴിക്കുവാനിടയായി. നിങ്ങൾക്ക് ഷുഗർ കാണുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോയി. രാവിലെ തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. രാത്രി മുഴുവൻ അത്രയും ലഡു കഴിച്ചാൽ ഷുഗർ ഉണ്ടായിരിക്കുമോ ഒരു മനുഷ്യന്? തീർച്ചയായും ഷുഗർ ഉണ്ടായിരിക്കും. അയ്യോ, എനിക്ക് ഷുഗറാണ് 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 എന്ന് പറഞ്ഞു നടക്കും. എല്ലാ മനുഷ്യർക്കും മരിക്കുന്നതിന് മുൻപ് മനുഷ്യൻ പല രീതിയിലുള്ള ഭയത്താലായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ ഭയപ്പെട്ടു പോയി. പാപം ചെയ്തതുകൊണ്ട് ഭയപ്പെട്ടു. ആദാമേ, ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച ഫലം നീ തിന്നുവോ? എന്തുകൊണ്ടാണ് നീ ഭയപ്പെട്ടത്? എന്തുകൊണ്ട് നീ ഒളിച്ചുപോയി എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഹൗവ എനിക്ക് ആദ്യം അത് കൊണ്ടുതന്നു. എന്റെ അസ്ഥികളിൽ നിന്ന് അസ്ഥിയായവൾ, എന്റെ മാംസത്തിൽ നിന്ന് മാംസമായവൾ. നീ എനിക്ക് തക്കതായ തുണയാകുന്നു. നരനിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുകയാൽ നിന്റെ പേര് നാരീ എന്നായിരിക്കുമെന്ന് പറയപ്പെട്ടവൾ. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് തിന്നെന്ന് ചോദിച്ചപ്പോൾ, എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയായവളും എന്റെ മാംസത്തിൽ നിന്ന് മാംസമായവളുമായ എന്റെ ഭാര്യ തന്നപ്പോൾ തിന്നാൻ പാടില്ലേ എന്നല്ല ചോദിച്ചത്. എന്താണ് ചോദിച്ചെന്നറിയാമോ? നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്നിട്ടുള്ള ഈ സ്ത്രീ തന്നതുകൊണ്ടാണ് തിന്നത്. ഞാൻ എത്ര നല്ലവനാണെന്ന് അറിയാമോ? ഇവളാണ് എന്നെ നശിപ്പിക്കാനിടയായത്. ഇപ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നിന്നെ കെട്ടിയത് മുതലാണ് എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്? പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ പരസ്പരമുള്ള ഐക്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്റെ ഭാര്യയാണവൾ. അവളുടെ തെറ്റ് എന്റെയും തെറ്റാണ്. എന്റെ ഭർത്താവ് തെറ്റ് ചെയ്താൽ എന്റെ തെറ്റാണ്. എന്റെ ഭർത്താവിന്റെ സ്വത്തിൽ എനിക്കൊരു ഭാഗമുണ്ട്. അതുപോലെ ഭർത്താവിന്റെ തെറ്റിലും എനിക്കൊരു ഭാഗമുണ്ട്. അബിഗയിൽ അതാണ് പറഞ്ഞത്, എന്റെ ഭർത്താവിന്റെ കുറ്റം എന്റെ മേൽ ചുമത്തേണമേ, എന്നെ കൊല്ലരുത്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ദാവീദിന്റെ കാൽ പിടിക്കുവാനിടയായി. നാമും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന്, നിന്റെ ഭർത്താവിന്റെ ദോഷമുണ്ടെങ്കിൽ നീയും, നിന്റെ ഭാര്യയ്ക്ക് ദോഷമുണ്ടെങ്കിൽ ഭർത്താവും കർത്താവിന്റെ കാൽക്കൽ ചെന്ന് വീണിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവന്റെ കാര്യം അവൻ നോക്കണം, അവൻ്റെതാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത്, നാട്ടുകാരോട് എല്ലാം പറഞ്ഞ് പരത്തുന്നത്, അതൊന്നും ശരിയായ ജീവിത രീതി അല്ല. അത് നമുക്ക് അപമാനം വരുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണോ അവരിൽ പാപം വന്നത്, അവിടെ വേർതിരിവുണ്ടാകാനിടയായി. എങ്കിൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് എന്തിനു വന്നു എന്നറിയാമോ? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് എന്തിനാണ് വന്നത് മോളെ? പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണോ? എനിക്ക് വേണ്ടിയല്ലേ? എന്നോട് ഈ ചോദ്യം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് എന്തിനാണ് വന്നത് എന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് വേണ്ടിയാണ് വന്നത്. എന്നെ ഒരുവിനെ മാത്രം രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ മതിയായ ദൈവമാകുന്നു. എത്രയോ ആളുകൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് എല്ലാം വാങ്ങിയെന്നാലും അവൻ എല്ലാവർക്കും കൊടുക്കുവാൻ തക്കവണ്ണം സമ്പത്തുള്ളവനാണ്. സർവശക്തനായ ദൈവം നമുക്ക് മതിയായ ദൈവമാകുന്നു. ആകാശം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. എന്താണ്? ഭൂമി ഒരു ചപ്പാത്തി പലക പോലെയാണെന്ന്. ആകാശം മുഴുവൻ, ആകാശത്ത് നിന്ന് അവന്റെ തലയിൽ നിന്ന് നടുവരെയുള്ളതായ അകലം നോക്കുകയാണെങ്കിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലം പോലെയാണെന്ന്. അവന്റെ പാദങ്ങൾ മാത്രമാകുന്നു ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. ഭൂമിയുടെ 3 ഭാഗവും വെള്ളമാണ്, ഒരു ഭാഗത്ത് മാത്രമാണ് മനുഷ്യനുള്ളത്. ഈ ഭൂമിയിലെ 3 ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമുള്ളതായ മനുഷ്യന്
ആകാശം സിംഹാസനമായി ഭൂമി പാദപീഠമാക്കിയിരിക്കുന്ന ദൈവം മതിയാവുകയില്ലേ? എത്ര അതിക്രമിച്ചാലും എത്ര നീ കയ്യേറ്റം ചെയ്തെന്നാലും അതൊന്നും ഒന്നുമാവുകയില്ല. ദൈവം വലിയ ദൈവമാണ്. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കൂ. നിങ്ങളോടാരെങ്കിലും അന്യായം ചെയ്താൽ, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയാൽ, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടായാൽ, നിങ്ങൾക്ക് സംശയമുണ്ടാവുകയാണെങ്കിൽ മുഴങ്കാലിലിരിക്കൂ. എന്താണ്? മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കൂ. ദൈവത്തോട് നിലവിളിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെ. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടു ഒരു ഉപമ പറഞ്ഞതു. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നിട്ട് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും ഈ വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാനവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്നെന്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. നാം മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. 3 ദിവസം ചെയ്തിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുകയല്ല, അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് നിർത്തുകയല്ല. നാം ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമുക്ക് ന്യായം നടത്തുന്നതിന് വേണ്ടി മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. അതിനൊരു ഉപമ പറയുകയാണ്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നുവെന്ന്. അവന് മനുഷ്യനെയും ദൈവത്തെയും പേടിയില്ല എന്ന്. അങ്ങനെയുള്ള ന്യായാധിപന്റെ അടുക്കിലേക്ക് ഒരു വിധവ വന്നിട്ട്, യജമാനെ, എനിക്ക് ന്യായം ചെയ്തു തരണമേ, എനിക്ക് നീതി നൽകണമേ, എനിക്ക് നൽകാൻ പണമില്ല, എനിക്ക് ന്യായം ചെയ്തു തരണമേ. ആ ശരി, നോക്കാം, പിന്നെ വാ. വീണ്ടും വൈകുന്നേരം വന്നിട്ട് എനിക്ക് നീതി ചെയ്തു തരണമേ. വീണ്ടും പോയിട്ട് രാവിലെ വന്നിട്ട് എനിക്ക് ന്യായം ചെയ്തു തരണമേ, എനിക്ക് നീതി ചെയ്തു തരണമേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്? പണം നൽകാതെ ആർക്കും ഒരു ഉപകാരം ചെയ്യാത്തവനാണ്. അത്ര പിശുക്കനായ മനുഷ്യൻ. അവൻ എന്താണ് പറഞ്ഞത്? അബ്ബബ്ബാ, എല്ലാ ദിവസവും എന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ചിട്ട് അവളുടെ കേസ് പരിഹരിച്ചു കൊടുത്തുവെന്ന്. കർത്താവ് ഇവിടെ പറയുകയാണ്, അനീതിയുള്ള ന്യായാധിപൻ. 6-ാം വാക്യം. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവം തിരഞ്ഞെടുത്തതായ മനുഷ്യർ രാവും പകലും അവനോട് നിലവിളിക്കുകയാണെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കുകയില്ലേ? തീർച്ചയായും അവർക്ക് ന്യായം ചെയ്തു കൊടുക്കും. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ, മനുഷ്യനോട് നിലവിളിക്കുന്നതിനേക്കാൾ ദൈവത്തോട് നിലവിളിക്കുന്നത് നല്ലത്. നിന്റെ ഭർത്താവിനോട് നീ എത്രമാത്രം അപേക്ഷിച്ചിട്ടും അവൻ ചെയ്തു തരാത്തത് നിന്റെ കർത്താവിനോട് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സ് മാറ്റിക്കൊണ്ട് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കും. നിന്നെ ഉപേക്ഷിച്ചു പോയ ഭർത്താവിനൊരു മാറ്റമുണ്ടാകാൻ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വിവാഹമോചനം നടത്താമെന്ന് പറഞ്ഞ് നിന്നിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ കൂടി തിരികെ വന്നിട്ട് മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്നതായ സാക്ഷ്യങ്ങൾ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. നീ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഈ രോഗം നിനക്ക് വിട്ടുമാറുകയില്ല, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതായ സമയത്ത് നീ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നിലവിളിച്ചാൽ, കർത്താവേ, നീ എനിക്കൊരു സന്താനത്തെ നൽകണം എന്ന് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സന്താനത്തിനെ കൊടുത്തോ ഇല്ലയോ? ദൈവം അവൾക്ക് കൊടുത്തില്ലേ? പറയൂ. ഡോക്ടർമാർക്ക് അസാധ്യമായിരിക്കാമെന്നാൽ, വക്കീലന്മാർക്ക് അസാധ്യമായിരിക്കാമെന്നാൽ, മനുഷ്യർക്ക് അസാധ്യമായിരിക്കാമെന്നാൽ ദൈവത്തിന് അസാധ്യമായതൊന്നും തന്നെ ഇല്ല. ഞാൻ ഈ ദിവസം ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കൂ. പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ മുഴങ്കാലിലിരിക്കൂ. എന്താണ്? ജോലി ഇല്ലായിരിക്കുന്നുവെങ്കിൽ, സമാധാനമില്ല എങ്കിൽ, നിങ്ങൾക്കാരെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുക. വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കഷ്ടതയുണ്ടെങ്കിൽ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കൂ. വായി തുറന്ന് ദൈവത്തോട് നിലവിളിക്കൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദൈവം, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റുന്ന ദൈവം, നിങ്ങൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിറവേറ്റുവാൻ ഇടയാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. നീ ഇനി ജീവിച്ചിരിക്കുകയില്ല,
നിന്റെ വീട്ടുകാര്യം ക്രമീകരിക്കൂ എന്ന് ഹിസ്കിയാവിനോട് പറയുവാനിടയായി. അവൻ എന്താണ് ചെയ്തത്? അവൻ എന്തു ചെയ്തു പറയൂ? ചുമരിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിലവിളിച്ചു, ദൈവമേ, നീ എന്നെ ഓർക്കണമേ, ഒരു തവണ എന്നെ ഓർക്കണമേ. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന, വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ദൈവമേ, നീ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച സമയത്തിതാ പ്രവാചകൻ തിരിച്ചു വരികയാണ്. നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇനി ഒരു 6 മാസം ജീവിക്കുമെന്നാണ് പറഞ്ഞത്, 3 മാസം ജീവിക്കുമെന്നാണ് പറഞ്ഞത്. നിന്റെ ആയുസ് 15 വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. മനുഷ്യൻ സുഖപ്പെടുത്തിയാൽ അത് കുറച്ചു നാളത്തേക്കേ ഉള്ളൂ, താൽക്കാലികമാണ്. മനുഷ്യൻ നമുക്ക് സഹായം ചെയ്താൽ ഒരു 100 രൂപ തരും, 50 തരും, അല്ല 1000 രൂപ തരും, 2000 രൂപ വരും, പിന്നെ പലിശയും ചോദിക്കും അതിനുവേണ്ടി. എന്നാൽ ദൈവത്തോട് നീ ചോദിച്ചാൽ ഗുപ്ത നിധികളെ ഞാൻ നിനക്ക് നൽകാമെന്ന് അവൻ പറഞ്ഞു. യഹോവ ഇരയാണ്, എപ്പോൾ നിനക്ക് എന്താണ് ആവശ്യം അത് നിനക്ക് ചെയ്തു തരുവാൻ സമർത്ഥനാണവൻ. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണിക്കും അവൻ. അതുകൊണ്ട് നീ അവനെ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ അവനെ വിശ്വസിക്കുന്നുണ്ടോ? കഷ്ടങ്ങൾ വന്നാൽ എന്തു ചെയ്യണം? ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആരെങ്കിലും നിങ്ങളെ അനാവശ്യമായി ചീത്ത വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വായ് തുറക്കാതെ മൗനമായിട്ട് മുഴങ്കാലിൽ ഇരിക്കുക. മൗനമായി ഇരിക്കുക. കർത്താവെ, സഹിക്കുവാനുള്ള ശക്തി തരണമെന്ന് പറയുക. കർത്താവെ, നീ ക്രൂശിൽ കിടന്നപ്പോൾ സകലതും സഹിച്ചതാണല്ലോ, ഞാനും അങ്ങനെ സഹിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ടാകും. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിന്റെ വീട്ടുകാരെല്ലാം നിനക്ക് നേടാൻ കഴിയും. നിന്റെ ഭർത്താവിനെ രക്ഷിക്കുവാൻ കഴിയും. നിന്റെ മക്കളെ നിനക്ക് നേടുവാൻ കഴിയും. നിന്റെ ബന്ധുക്കളുടെ മധ്യേ നിനക്ക് ഉണർവോടു കൂടി ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ജീവിക്കുവാൻ കഴിയും. നിന്റെ വ്യാപാരത്തിൽ അനുഗ്രഹമുണ്ടാകും, നിന്റെ ശരീരത്തിൽ അനുഗ്രഹമുണ്ടാകും, നിനക്ക് വരുമാനമുണ്ടാകും. അതുപോലെ ദൈവം നിന്നെ എങ്ങനെ അനുഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? പിശാചിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. നിന്നെ തൊടുകയാണെങ്കിൽ ദൈവത്തിന്റെ കൺമണിയിൽ തൊടുന്നത് പോലെയാണ്. നിങ്ങൾക്കറിയാമോ അത്? കൃഷ്ണമണിയിൽ തൊടാൻ വരികയാണ്, എന്തു ചെയ്യും? പെട്ടെന്ന് അടയ്ക്കുവാനിടയാകും. നമുക്ക് തന്നെ അത്ര സൂക്ഷ്മതയുണ്ടെങ്കിൽ നമ്മെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന ദൈവം, ഉറങ്ങുകയും മയങ്ങുകയും ഇല്ലാത്ത നമ്മുടെ ദൈവം ഒരു ആപത്തും വരാതെ നിന്നെ കാത്തുരക്ഷിക്കും. ഇത്ര വലിയ ദൈവമുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? മനുഷ്യരിൽ നാം ആശ്രയിക്കുന്നത് വ്യർത്ഥമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കുറവാണുള്ളത്, എന്ത് പ്രശ്നമാണുള്ളത്, നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ നിന്റെ മക്കളെ നീ ഒന്ന് ദർശിക്കണമേ. ഇന്നു മുതൽ ഞങ്ങൾ നിന്നോട് തന്നെ പ്രാർത്ഥിക്കും, നിന്നോട് തന്നെ ഞങ്ങൾ നിലവിളിക്കും. നീ ഞങ്ങളുടെ ദൈവമാണ്. നീ ഉണ്ടെങ്കിൽ മതി കർത്താവേ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് എവിടേക്ക് പോകുവാൻ കഴിയും? നിന്റെ അടുക്കിലേക്ക് വരുവാനേ കഴിയൂ. നിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച്, ഞങ്ങൾക്ക് വേണ്ടി നീ വാദിച്ച് ഞങ്ങൾക്ക് ജയം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് ന്യായം നേടിത്തരണമേ ദൈവമേ. എന്നാരൊക്കെയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവരെല്ലാവരെയും നീ സഹായിക്കുമാറാകണം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടു പോകുവാൻ ഇടയാക്കണമേ. എല്ലാവിധ രോഗങ്ങളും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുമാറാകട്ടെ. അടഞ്ഞുപോയ ഗർഭത്തെ നീ തുറക്കുമാറാകണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് നീ ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് നല്ല ജോലി കൊടുക്കുമാറാകണമേ. വിവാഹ ബന്ധം നടക്കാത്തവർക്ക്, നല്ല ബന്ധങ്ങൾ വന്നിട്ടും വിവാഹത്തിന് തടസ്സമുണ്ടാകുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വന്നിട്ട് നിന്റെ ഹിതത്തിൽ, നിന്റെ സമയത്തിൽ വിവാഹം നടക്കുവാൻ നീ സഹായിക്കുമാറാകണമേ. കൃഷിയിൽ നല്ല ഫലം ലഭിക്കാതെ തകർച്ച അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം നിറവേറ്റണമേ. നിന്റെ ആശ്വാസത്തിന്റെ കരമയച്ച എല്ലാ വ്യക്തികളെ നീ അനുഗ്രഹിക്കണമെന്ന്, നിന്റെ സന്നിധിയിൽ ആശ്വസിപ്പിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, യേശുവേ,
യേശുവേ 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 യേശുവേ